ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലപ്പോഴും അമ്മയാണ് കുക്കിംഗ് ചെയ്യാറുള്ളത്, ഇന്ന് ഞാനാണ് കുക്കിംഗ് ചെയ്യാറുള്ളത്. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാൻ അറിയാം, പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, നമുക്ക് അത് നോക്കി വെച്ചാലും മതിയല്ലോ. അപ്പം ദേ അമ്മ എനിക്ക് ഭാരമായ കുറേ പണികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കുറച്ച് ദിവസം അമ്മ സഹായിച്ചു തരും. അമ്മ അവിടെ ഞാൻ ആടുന്നുണ്ട്. ഞാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലി ഗോബി. പലപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ അവിടെ നല്ല സൂപ്പറായിട്ട് കുറേ ചില്ലി ഗോപികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാണ്ട് എനിക്ക് പിന്നെ കുറച്ച് ഇതൊക്കെ അറിയാം. അപ്പം നേരത്തെ ഞങ്ങൾ അച്ഛൻ എറണാകുളത്ത് വർക്കുള്ളതുകൊണ്ട് പോണതിന് മുന്നേ അച്ഛനെ കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചിട്ടാണ് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കണം. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് ചില ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ചില്ലി ഗോപിക്ക് മെയിനായിട്ട് വേണ്ട സാധനം കോളിഫ്ലവർ ആണ്. ഇതേ കോളിഫ്ലവർ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അച്ഛനെ കൊണ്ടൊക്കെ അതേ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇതേ കോളിഫ്ലവർ ആണ്. അതിൻ്റെ ഇപ്പുറത്ത് മല്ലിയില ഇരിക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ആവശ്യമുണ്ട് ലാസ്റ്റ് ഒരു ടച്ചപ്പിനൊക്കെ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസാണ്. ഇത് റെഡ് ചില്ലി സോസ്, ഇത് ഉപ്പ്, ഇത് മുളക് പൊടിയും, ഇത് ചില്ലി പൗഡറാണുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ സോസാണ്. പിന്നെ ഇവിടെ ഉള്ളത് അരിപ്പൊടിയല്ല, മൈദയാണ്. ഇവിടെ ഞാൻ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് പേസ്റ്റ് ആക്കണം. ഇവിടെ 2 ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഇതിൽ ഉള്ളത് കോൺഫ്ലവർ ആണ്, കോൺഫ്ലവർ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ചില്ലി സോസ്, ഇത് ഉപ്പാണ്, ഇത് ഉപ്പ്. ഇവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതാക്കി ഇങ്ങനെ നമ്മൾ ചില്ലി ഗോപിയിൽ ഇടുന്ന പോലെ തന്നെ ചെറുതാക്കി അരിയണം. പിന്നെ കട്ടിംഗ് ബോർഡ് നിങ്ങൾ കാണരുത്, ഞങ്ങളുടെ വീട്ടിൽ തങ്കായതുകൊണ്ട് ഞാൻ കുത്തി അത് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതേപോലെ. പിന്നെ ഒരു പ്ലേറ്റ്, നമുക്ക് അരിഞ്ഞൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്. അപ്പം നമുക്ക് ആദ്യം അമ്മ മിക്സിയിൽ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കും അമ്മ. അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു നമുക്ക് അരിഞ്ഞേക്കാം. അപ്പൊ അടുക്കളയിലെ പണി ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സവാള നന്നാക്കണ തിരക്കിലാണ് കേട്ടോ മോള്. എല്ലാതും ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വേഗം വരും കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തായാലും അവളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ തന്നെ ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ സവാളയൊക്കെ 3 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കുറച്ച് അധികമായി, 3 ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരെണ്ണം അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് സലാഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സവാളയൊക്കെ അവൾ തന്നെയാണ് കേട്ടോ അരിഞ്ഞ് സെറ്റാക്കി എടുത്തത്. ബാക്കിയുള്ള സവാള ഞാൻ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള സവാളയൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുത്തത്. 3 വേണ്ടി വന്നില്ല, 2 സവാളയെ നമുക്ക് വേണ്ടി വന്നുള്ളൂ. ഒരു സവാള നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ടോ. പിന്നെ നമുക്ക് കിട്ടിയ കോളിഫ്ലവർ ഇത്തിരി വലിയ കോളിഫ്ലവർ ആയിരുന്നു, അത്രയ്ക്ക് നമുക്ക് വേണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അധികം വേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മളത് ഫുള്ളായിട്ട് എടുത്തില്ല. പകുതി കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. വെറുതെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ഒരു കഷ്ണം അവൾ അത് എടുത്ത് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. ബാക്കിയുള്ള ഒരു കഷ്ണമാണ് കേട്ടോ നമ്മൾ വൃത്തിയാക്കി എടുത്തത്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം. കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടായാലും അടർത്തി മാറ്റിയാലും നമുക്ക് കോളിഫ്ലവർ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചിക്കണേ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പേസ്റ്റ് ആക്കിയിട്ട്. ഈ പരുവത്തിലാണ് കേട്ടോ വന്നേക്കണത്. അപ്പോഴേക്കും വീണ്ടും ഗായത്രിക്കുട്ടി വന്നു കേട്ടോ മല്ലിയില നന്നാക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ സിമ്പിളായ പണിയാണല്ലോ, എന്നാൽ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ ക്യാപ്സിക്കം നന്നായി കഴുകിയെടുത്തു. ക്യാപ്സിക്കം അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണ വേണ്ടി വന്നുള്ളൂ, 2 ക്യാപ്സിക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണ നമ്മൾ എടുത്തുള്ളൂ. അരിഞ്ഞു വെച്ച കോളിഫ്ലവറിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, വല്ല വിഷാംശം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതേ ചട്ടിയിൽ ഇവിടെ വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കണ്ട, എന്നാലും ഒരു ഹാഫ് കുക്കായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണല്ലോ, അപ്പോൾ പിന്നെ അതെന്തായാലും വീണ്ടും ഒന്ന് വേവ് അതിനുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിവിടെ മൈദപ്പൊടിയും കോൺഫ്ലവറും പകുതി എടുത്തിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. ഈ ബാറ്ററിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്, കാരണം എന്തായാലും ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്.
കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ നന്നായി വെന്ത് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ആ ബാറ്ററിൽ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ കോളിഫ്ലവർ നമുക്ക് നന്നായിട്ടൊന്ന് എന്താ പറയുക വെള്ളം ഒന്ന് വാർന്ന് കിട്ടണം. അപ്പോൾ അതൊരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണല്ലോ. അപ്പോൾ അതിൽ വെള്ളം ഇല്ലാതിരിക്കാനാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ട്. ദേ ചട്ടി ചൂടായപ്പോൾ കായത്തിൽ കൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ സവാള അരിഞ്ഞു വെച്ച സവാള മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള കുറച്ച് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഒരു 5-10 മിനിറ്റൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മല്ലിയില കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്ന് മുറിച്ച് വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സോയാ സോസ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സോസും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാലോ അതിൽ കുറച്ചൊരു സോസിൻ്റെ ഫ്ലേവർ ആയിരിക്കും കുറച്ച് കൂടി നിൽക്കുക. അപ്പോൾ നമ്മൾ സോസ് എല്ലാതും ഓരോ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ കോൺഫ്ലവറും മൈദപ്പൊടിയും കൂടി ചെറുതായിട്ടൊരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടിയും വേണം. എന്തായാലും നമുക്ക് ഒരുപാട് കട്ടയാവാനും പാടില്ല. ഒരുപാട് വെള്ളം ആവാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ വാർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് പാനിൽ എണ്ണ ചൂടാക്കാം. നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ആ കോളിഫ്ലവറൊക്കെ എടുത്ത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ട്ടോ. ഇട്ട് കൊടുക്കാം ട്ടോ. പിന്നെ തിളച്ച എണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. അവളെക്കൊണ്ട് ചെയ്യിപ്പിച്ചില്ല. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പഴേക്കും ഇതുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടും ട്ടോ. അപ്പോൾ നമുക്കത് മാറ്റാം. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റിയത്. കാരണം ചെറിയ ചട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് മാറ്റാൻ പറ്റിയില്ല. അപ്പം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് വറുത്ത് കോരാനുള്ളത് ഉണ്ടായിരുന്നു നമുക്ക് കോളിഫ്ലവർ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ കോളിഫ്ലവർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ എണ്ണ വേറെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവറും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഒരു റെഡിഷ് കളറാണല്ലോ നമ്മുടെ ഈ റെസിപ്പിക്ക് ഉണ്ടാവുക. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കോളിഫ്ലവറും കൂടി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗ്രേവി പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് നന്നായി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഗായത്രി മല്ലിയില കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ സവാളയും കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ചോറിനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും കഴിക്കാനുള്ള ചോറൊക്കെ ഒരു പാത്രത്തിൽ സെറ്റാക്കി. പിന്നെ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കയ്പ്പയ്ക്ക അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കയ്പ്പയ്ക്ക അച്ചാറും എടുത്ത് ഒട്ടും കയ്പ്പില്ല കേട്ടോ. നല്ല ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെന്ന് കാണണേ. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടിപൊളി